ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് നല്ല പെരുമാറ്റം വഴി ദൈവത്തിൻ്റെ കൂട്ടുകാരാകുക എന്നതിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുലിഖിതം. നിങ്ങളിൽ വിവേകിയും ജ്ഞാനിയുമായവൻ ആരാണ്? അവൻ തൻ്റെ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പെരുമാറ്റത്തിന് വിലയുണ്ട്. നമ്മുടെ സ്വഭാവ രീതിക്കും വാക്കുകൾ ഉപയോഗിക്കുന്നതിനും പെരുമാറുന്നതിനും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു സ്വാധീനമുണ്ട്, ഒരു സ്ഥാനമുണ്ട്. പെരുമാറ്റക്രമത്തെക്കുറിച്ച് വലുപ്പ ചെറുപ്പമന്യേ നാം എല്ലാവരും പര്യാലോചിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. വചനം കേൾക്കുമ്പോൾ അതിൽ കുടുംബത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സൗമ്യ. ഞാനവിടെ പാലക്കാട് ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് തന്നെ സൗമ്യ കർത്താവ് ഒരു സാക്ഷ്യത്തിനാണ് ഉയർത്തിരിക്കുക. പറ. ഇവനിപ്പോൾ 1 മാസമായി. 9-ാം മാസം ഞാൻ അവസാനമായിട്ട് സ്കാൻ ചെയ്യാൻ പോയപ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ പറഞ്ഞു കുട്ടി കുള്ളനായിരിക്കും എന്ന് പറഞ്ഞു. അതുവരെ ഒരു കുഴപ്പം, 3-ാമത്തെ സ്കാൻ, ആദ്യം 1-ാം 2-ഉം സ്കാനിങ്ങിലൊന്നും കുട്ടിക്ക് ഒരു കുഴപ്പം പറഞ്ഞില്ല, എനിക്കൊരു കുഴപ്പം പറഞ്ഞില്ല. പക്ഷെ 9-ാമത്തെ മാസം വരുന്ന അവസാന സ്കാനിങ്ങിൽ പറഞ്ഞു കുട്ടിക്ക് കുള്ളനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞാൻ സ്കാൻ സെൻറ്റർ തെറ്റിയതായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ മിഷൻ ഹോസ്പിറ്റൽ ജൂബിലി മിഷനിൽ വീണ്ടും പോയി ഒരു റേഡിയോളജിസ്റ്റിനെ കണ്ടു. ആ റേഡിയോളജിസ്റ്റ് പറഞ്ഞു ശരിയാണ്, ലിംഫിനൊക്കെ കൈയിൻ്റെ കാലിലും വളർച്ചയുടെ മെഷർമെൻറ്റിന് അത്ര ശരിയല്ല, കുട്ടി കുള്ളനാണ്, പിന്നെ ഫ്ലൂയിഡിൻ്റെ കുറവുണ്ട്, ഒരു കോഡും ചുറ്റിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് ഈ റിപ്പോർട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി കുള്ളൻ തന്നെയാണ്, അതിപ്പോൾ ഫ്ലൂയിഡും കുറവായതുകൊണ്ട് പിന്നെ കോഡും ചുറ്റിയതുകൊണ്ട് നോർമൽ ഡെലിവറി കിട്ടാനും ചാൻസ് കുറവാണ്. അങ്ങനെ ഞങ്ങളാകെ വിഷമിച്ച് വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു. വീട്ടിലേക്ക് കുട്ടി കുള്ളനാണെന്നൊന്നും പറഞ്ഞില്ല, കൈക്ക് ഇത്തിരി വളർച്ച കുറവുണ്ട്, ഫ്ലൂയിഡിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബന്ധുക്കളും ഞങ്ങളൊക്കെ അഭിഷേകാഗ്നി പരിപാടിയിലൂടെ അഭിഷേകാഗ്നി കണ്ട് ഒരു കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് നോർമൽ ഡെലിവറി പ്ലസ് ഒരു നോർമൽ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പപ്പ ഇവിടെ ബിനോയച്ചനെ വിളിച്ച് പറഞ്ഞു കുട്ടി ഇങ്ങനെ വൈക്ക് വളർച്ച കുറവാണ്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രസവത്തിൻ്റെ ഒരാഴ്ച മുമ്പും പോയി സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ വീണ്ടും മാറ്റമൊന്നുമില്ല, ഡ്വാഫ് കുള്ളനാണെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ ഡെലിവറി സമയത്ത് ഡെലിവറി നോർമലായിരുന്നു, കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, നോർമൽ കുട്ടി, നോർമൽ ഡെലിവറി. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഇതാ സ്കാനിങ്ങിൽ അവസാന താഴ്ച വരെ കണ്ടതാണ്, കൈക്ക് ശരിക്കും വളർച്ചയില്ല, കാലിന് വളർച്ചയില്ല, ഡ്വാർഫായ ഒരു അവസ്ഥയാണെന്ന്. പക്ഷേ കർത്താവ് ഒരു അത്ഭുതം ചെയ്ത് ഇതാ സാധാരണ വളർച്ചയുള്ള നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച്. പ്രഗ്നൻസി പീരീഡിൽ ഒരു ശരിക്കും നോർമലായിട്ട് 3 സ്കാനിങ് ചെയ്യണ്ടെങ്കിൽ എനിക്ക് 9-ാം മാസം മാത്രമായിട്ട് 3 സ്കാനിങ് ചെയ്തു. 9-ാം മാസത്തിൽ മാത്രം 3 സ്കാനിങ് ചെയ്തു. അപ്പോഴെല്ലാം ഒരേ റിസൾട്ട്. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ പ്രസവം കഴിഞ്ഞപ്പോൾ നോർമലായിട്ടുള്ള കുട്ടിയെ കൊടുത്ത് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇടതും വലതും നടുവിലുള്ള എല്ലാവരും ഒന്നും കൂടെ നനയ്ക്ക്, നന്നായിട്ട് ഇടതോട്ട് വലതും നനയ്ക്ക്, ഒന്നും കൈയടിച്ച് പാടിക്കേ തന്നെ. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ സമയം ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവിന് വേണ്ടി ആഗ്രഹിക്കാം.
നാം കേൾക്കുന്ന ഈ വചനങ്ങളെല്ലാം ശക്തിയായി, ജ്ഞാനമായി, അഭിഷേകമായി, അത്ഭുതമായി, കൃപയായി രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ഇന്ന് ഈ വചനം കേൾക്കാൻ, ഇന്ന് ഈ വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ ദാസിദാസന്മാരുടെ മേലും, എല്ലാ ദാസിദാസന്മാരുടെ മേലും കത്തിപ്പടരണമേ, കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വചനം കേൾക്കാൻ തടസ്സമുള്ള ദാസിദാസന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ട് തടസ്സങ്ങൾ മാറ്റി വേഗം ഒരുമിച്ച് കൂട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം. പ്രിയ മക്കളെ, ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, ഇത് അവനും അവൾക്കും വേണ്ടിയല്ല. എന്റെ ആത്മാവ് രക്ഷപ്പെടണം, എനിക്ക് എന്റെ ദൈവത്തിന്റെ അനുഭവം ഉണ്ടാകണം. ഈ ഒരു മണിക്കൂർ ദൈവാനുഭവത്തിന്റെ മണിക്കൂറായി മാറണം. വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകണം, പരിശുദ്ധാത്മ നിറവുണ്ടാകണം. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് എല്ലാവരും സ്തുതിക്കുന്നു. ഓ രാജാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് വരാതെ പോകരുത്, അങ്ങ് വരണം പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം പരിശുദ്ധാത്മാവേ. ഇപ്പോൾ ഇടപെടണമേ, എല്ലാ സ്ഥാപനങ്ങളിലേക്ക് ഇടപെടണമേ, എല്ലാ സിസ്റ്റേഴ്സിലേക്ക് ഇടപെടണമേ, എല്ലാ കുട്ടികളിലേക്ക് ഇടപെടണമേ, എല്ലാ ബാലികാബാലന്മാരും ഇടപെടണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിൽ ആനന്ദം നൽകിയിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിൽ ആനന്ദം നൽകിയിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിൽ ആനന്ദം നൽകിയിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിൽ ആനന്ദം നൽകിയിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, പരിശുദ്ധാത്മാവേ വന്നിടണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ വന്നിടണേ. ശക്തിയോടെ കൈയടിച്ച് ആത്മാവേ വന്നിടണേ, ഉണർവോടെ ആത്മാവേ വന്നിടണേ. എല്ലാവരും ചേർന്ന് ആത്മാവേ വന്നിടണേ, പരിശുദ്ധാത്മാവേ വന്നിടണേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ വന്നിടണേ, പരിശുദ്ധാത്മാവേ വന്നിടണേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് എല്ലാവരും ആരാധിക്കുന്നു. ശക്തിയോടെ, ഉണർവോടെ, ഹൃദയം തുറന്ന് വലിയ ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി പവർ, മൈറ്റി പവർ, മൈറ്റി അനോയിന്റിംഗ്, മൈറ്റി അനോയിന്റിംഗ്, മൈറ്റി പവർ. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, 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 നിറയണമേ, നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്നു, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നു, ഹൃദയത്തോട് ചേർത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവ് ഉപദേശിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ തടസ്സമായി നിൽക്കുന്ന ഓരോ തടസ്സങ്ങളെയും, അന്ധകാരങ്ങളെയും, ക്ഷീണത്തെയും, രോഗത്തെയും, പല വിചാരങ്ങളെയും ശാസിക്കണമേ. പല വിചാരങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. എല്ലാ ക്ഷീണങ്ങളും, മടുപ്പും, മന്ദതയും, മരവിപ്പും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. യേശുവേ, ആരാധന, ആരാധന. കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, വചനം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന.
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നല്ല പെരുമാറ്റം വഴി ദൈവത്തിൻ്റെ സൗഹൃദം നേടുക. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ തൻ്റെ നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ തൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് നല്ല പെരുമാറ്റത്തിൻ്റെ പ്രത്യേകത? നല്ല പെരുമാറ്റമുള്ള ഒരു വ്യക്തിയായി ഞാൻ നിങ്ങൾ മാറിയാൽ ആ വ്യക്തിയുടെ കൂടെ സദാ ദൈവത്തിൻ്റെ സൗഹൃദം ഉണ്ടായി. ഒരു കൂട്ടുകാരനെ പോലെ ദൈവം അവരുടെ കൂടെ ഉണ്ട്. ഇതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും നമ്മളോട് പറയാനുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 8ഉം 9ഉം തിരുലിഖിതങ്ങളിൽ വിശുദ്ധ ജനത്തെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായി ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അവസാനമായി സഹോദരരെ, സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, എങ്ങനെയെങ്കിലും പെരുമാറിയാൽ പോരാ, എങ്ങനെയെങ്കിലും നടന്നാൽ പോരാ, എങ്ങനെയെങ്കിലും സംസാരിച്ചാൽ പോരാ. അതിന് അതിൻ്റെതായ ദൈവവചനപ്രകാരമുള്ള ഒരു നിർദ്ദേശമുണ്ട്. പ്രശംസാർഹവും സ്നേഹാർഹവും ഉത്തമവും ആയ കാര്യങ്ങളെക്കുറിച്ച്, രീതികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പെരുമാറുന്ന രീതിയുണ്ട്. ഇന്ന് മക്കള് മാതാപിതാക്കന്മാരോട് പെരുമാറുന്ന രീതിയുണ്ട്. ഇന്ന് ഇടവക്കാർ വികാരിച്ചനോട് പെരുമാറുന്ന രീതിയുണ്ട്. ഇന്ന് നാം തമ്മിൽ പെരുമാറുന്ന രീതിയുണ്ട്. മക്കൾ തമ്മിൽ പെരുമാറുന്നു, ജീവിത പങ്കാളി തമ്മിൽ പെരുമാറുന്നു, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പെരുമാറ്റം, ഇടവക്കാരും വികാരിച്ചനും തമ്മിലുള്ള പെരുമാറ്റം, അങ്ങനെ കമ്മ്യൂണിറ്റി സിസ്റ്റേഴ്സും മദറും തമ്മിലുള്ള പെരുമാറ്റം, തമ്മിലുള്ള പെരുമാറ്റക്രമത്തെക്കുറിച്ച് ആലോചിക്കണം. പല ആളുകളും പറഞ്ഞെങ്ങനെയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നണില്ല. അതിൻ്റെ ഒരു കാരണം പെരുമാറ്റത്തിലെ ചില കുഴപ്പങ്ങളാണ്. ഇതാ ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിലെ 9-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുകയാണ്, എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ, അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. സമാധാനത്തിന് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ശ്ലീഹ പരിശുദ്ധാത്മാവാൽ പ്രചോദിതനായി ഉറപ്പ് തരികയാണ്. അപ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾ കുറെ നന്നാക്കണം എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പെരുമാറ്റത്തിൽ അടിസ്ഥാനപരമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് പരസ്പരം ബഹുമാനിക്കണം. പെരുമാറ്റത്തിലെ ഒന്നാമത്തെ ഒരു അടിസ്ഥാനമായി തന്നെ ഇതിനെ നമ്മൾ സ്വീകരിക്കണം. റോമ ലേഖനത്തിൽ 12-ാം അധ്യായം 10-ാം തിരുലിഖിതം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്മിലുള്ള പെരുമാറ്റത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വലിയ മാനദണ്ഡം, ദൈവവചനം നമുക്ക് നൽകുന്ന ഒരു മാനദണ്ഡം, ബഹുമാനിക്കുന്നതിൽ നാം മുന്നിട്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബഹുമാനിക്കുന്നതിൽ നാം മുന്നിട്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ പരസ്പര ബഹുമാനത്തിന്റെ ഒരു ബന്ധം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. തമ്മിൽ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, തമ്മിൽ ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ പരസ്പര ബഹുമാനത്തിന്റെ ഒരു ബന്ധം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മലാക്കി പ്രവാചക ഗ്രന്ഥത്തിൽ 1-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം ഇതാ കുറച്ചും കൂടെ പിൻ പോയിന്റിലേക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയാണ്. ആരെ ബഹുമാനിക്കണം ഇത് കർത്താവ് ഒന്ന് വെളിപ്പെടുത്തി തരികയാണ്.
ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ദിവസം ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതിൻ്റെ പ്രധാന ഒരു ഭരണകർത്താവുണ്ട്. പിന്നെ അതിന് താഴെ പല ഗ്രേഡിലായി ധാരാളം ജോലിക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴത്തെ ഗ്രേഡിലുള്ള കുറേ ജോലിക്കാർ അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് കുറേ 2-3 ഗസ്റ്റുകൾ വന്നു, അല്ലെങ്കിൽ പുതിയ 2-3 ആളുകൾ വന്നു. അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാനോ ബഹുമാനിക്കാനോ ഒരു ബെഞ്ച് എടുത്തിടാനോ അതിനൊന്നും ആ ഇരുന്ന ആളുകൾക്ക്, എന്നാൽ ആ ഉന്നതവനായ ഭരണകർത്താവ് തന്നെ എഴുന്നേറ്റ് പോയി അതെല്ലാം വേഗം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ആ ഭരണകർത്താവ് ചെയ്ത് ശരിയാണെങ്കിലും ആ അല്ലെങ്കിൽ അവിടെ ഇരുന്നിരുന്ന ആ വ്യക്തികളുടെ ജീവിതത്തിൽ പെരുമാറ്റക്രമത്തിലൂടെ, ആ ഒരു പെരുമാറ്റ ദോഷത്തിലൂടെ അവർ പാപത്തിൽ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. ആരെ ബഹുമാനിക്കണം? അതിന് കർത്താവിന് വചനപ്രകാരം ഒരു നിർദ്ദേശം നമുക്ക് തരാനുണ്ട്. അത് മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നു. പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നു. മാതാപിതാക്കൾ മക്കളെ ബഹുമാനിക്കണം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അല്ലെങ്കിൽ എനിക്ക് ബഹുമാനം തരാൻ വേണ്ടി എൻ്റെ അപ്പൻ എന്നെ ഒന്ന് ബഹുമാനിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ യജമാൻ എന്നെ വന്ന് കാണട്ടെ, അങ്ങനെ ചിന്തിക്കുന്നത് ധാർഷ്ട്യമാണ്. അങ്ങനെ ചിന്തിക്കുന്നത് ധിക്കാരമാണ്. അങ്ങനെയല്ല. ഓരോന്നിനും ഒരു ക്രമമുണ്ട്, ഓരോന്നിനും ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയ്ക്കും ക്രമത്തിനും അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് അതിൻ്റെ ഗ്രേസ് ഉണ്ട്, നമുക്ക് അതിൻ്റെ ദൈവകൃപയുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയൊക്കെ ജോലി കഴിഞ്ഞ് കയറി വരുമ്പോൾ, അല്ലെങ്കിൽ അപ്പൻ കയറി വരുന്ന സമയത്ത് മക്കൾ ആ ഭവനത്തിലുണ്ടെങ്കിൽ മക്കൾ എഴുന്നേറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്യണം. ഇത് ദൈവവചനപ്രകാരമുള്ള ഒരു ക്രമമാണ്. പിതാവിനെ പുത്രൻ ബഹുമാനിക്കണം, പുത്രനെ പിതാവ് ബഹുമാനിക്കുന്നില്ല, അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടാകരുത്. അതല്ല അതിന്റെ രീതി. മക്കൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, പ്രായത്തിൽ മൂത്തവരെ ബഹുമാനിക്കണം. ദൈവം നൽകിയിരിക്കുന്ന പദവിക്രമങ്ങൾ അനുസരിച്ച്, ദൈവത്തിന്റെ ക്രമീകരണം അനുസരിച്ച് പദവിക്രമങ്ങൾ ഇരിക്കുന്നവരെ കീഴ് ജീവനക്കാർ ബഹുമാനിക്കണം. അത് ദൈവികമായ ഒരു ക്രമമാണ്. പ്രൈസ് ദി ലോർഡ്. ദാസൻ യജമാനനെ ബഹുമാനിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലേവ്യരുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം അതിൽ 32-ാം തിരുലിഖിതത്തിൽ കർത്താവ് കുറച്ചും കൂടി കൃത്യമായ നിർദ്ദേശം തൻ്റെ വിശുദ്ധ ജനത്തിന് നൽകുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രായം ചെന്ന് നരച്ചവരുടെ മുമ്പിൽ ആദരപൂർവം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ നീ ഭയപ്പെടുക, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ലേവ്യരുടെ പുസ്തകം 19:32 പഠിപ്പിക്കുകയാണ്: പ്രായം ചെന്ന് നരച്ചവരുടെ മുമ്പിൽ നീ ആദരപൂർവം എഴുന്നേൽക്കണം. നീ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഇഷ്ടമില്ലാത്തവരെ ഒരു വക്രിച്ച മുഖമായിട്ട് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു നോട്ടം നോക്കി ഒരു പോക്ക് പോകരുത്. അത് ആദരപൂർവമായ പെരുമാറ്റമല്ല. പ്രിയപ്പെട്ട പൈതലേ, നീ ആദരപൂർവം പെരുമാറി ബഹുമാനിക്കാൻ പഠിക്കണം. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഭർത്താവിനോട് ഒരു ആദരപൂർവമായ ബഹുമാനത്തിന്റെ ഒരു ബന്ധം നമുക്ക് വേണം. അല്ലെങ്കിൽ മക്കൾക്ക് മാതാപിതാക്കന്മാരോട് ഒരു ആദരപൂർവമായ ബഹുമാനത്തിന്റെ ബന്ധം വേണം. ജീവിത പങ്കാളിമാർ തമ്മിലും കുടുംബത്തിലും ഒരു ബഹുമാനപൂർവമായ ഒരു പെരുമാറ്റ ബന്ധം, ഒരു പെരുമാറ്റ സുഖമുള്ള ഒരു ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. തലയ്ക്ക് മൂത്തവരെ ബഹുമാനിക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. തലയ്ക്ക് മൂത്തവരെ ബഹുമാനിക്കണം, പ്രായത്തിൽ മൂത്തവരെ ബഹുമാനിക്കണം, പ്രായത്തിൽ മുതിർന്നവരെ ബഹുമാനിക്കണം. ഇളയത്തുങ്ങൾ മൂത്ത സഹോദരങ്ങളെ ബഹുമാനിക്കണം. പ്രായം കുറഞ്ഞവർ, പ്രായം കൂടിയവർ, ചേട്ടന്മാരെയും ചേച്ചിമാരെയും ബഹുമാനിക്കണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയ ദൈവപൈതൽ, ഇത് വിശുദ്ധ ജനത്തിന്റെ നിയമമാണ്. അങ്ങനെ പെരുമാറ്റത്തിൽ ബഹുമാനം കൊടുക്കുന്നവരുടെ കൂടെയാണ് കർത്താവ് നിത്യ കൂട്ടുകാരനായി വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നത്: നിങ്ങൾ ഇങ്ങനെ പെരുമാറിയാൽ സമാധാനത്തിന്റെ ദൈവം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സമാധാനത്തിന്റെ ദൈവം എന്നും കൂടെ ഉണ്ടാകാൻ തക്കവണ്ണമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ജീവിത രീതിയാണ് പ്രായത്തിൽ മൂത്തവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മളെക്കാൾ പ്രായം കൂടിയ ഒരാള് അങ്ങോട്ട് കയറി വന്നാൽ അവർ എഴുന്നേറ്റ് നിന്ന് ആദരപൂർവം എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം. ഇത് വിശുദ്ധ ജനത്തിന്റെ ഇടയിലെ ദൈവിക നിയമമാണ്.
ഇതിനെക്കുറിച്ച് മറ്റൊരു പ്രബോധനം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 2-3 തിരുലിഖിതങ്ങളിലുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ എത്ര വലിയ മക്കളാണെങ്കിലും ശരി, മക്കൾ പിതാവിനെ ബഹുമാനിക്കണം. നിങ്ങളൊരു 40-50 വയസ്സ് പ്രായമുള്ളൊരു പൈതലാകട്ടെ, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കണം. കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് മക്കളുണ്ടായെങ്കിലും ശരി, ആ ബഹുമാനപൂർവമായ ബന്ധം അവസാനിക്കുന്നില്ല. മക്കൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. ഓരോ പുത്രന്റെ മേലും ഓരോ പുത്രിയുടെ മേലും അമ്മയ്ക്കും അപ്പനും അവകാശമുണ്ട്. എന്താണ്? നിങ്ങളിൽ നിന്ന് ബഹുമാനം സ്വീകരിക്കാനുള്ള ഒരു അവകാശം. എന്നിട്ട് 3-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കണം, അമ്മയെ മഹത്വപ്പെടുത്തണം. അവരോട് നീ എപ്പോഴും വാശിയിലും ദേഷ്യത്തിലും വൈരാഗ്യത്തിലും പ്രതികാരത്തിലും ഇരിക്കരുത്. നീ മദ്യപിച്ച് ലക്ക് കെട്ട് വരണമെങ്കിൽ നിന്റെ മദ്യത്തിന്റെ ആ കൂക്ക് നീ മാതാപിതാക്കന്മാരുടെ നേരെ കാണിക്കരുത്. നിന്റെ മദ്യം നിന്റെ വയറ്റിൽ കിടക്കണം. പ്രിയ സഹോദര, നീ ഒരു കാര്യം ഓർക്കണം, നീ ഇതിനെല്ലാം അത്തിനും ദൈവത്തിനും ന്യായപ്പെടുത്തെങ്കിൽ നിൽക്കേണ്ടി വരും. ഇതെന്തുകൊണ്ട് എന്ന് നിന്നോട് ചോദിക്കും. നീ ഏത് അവസ്ഥയിലാണെങ്കിലും ശരി, നിന്റെ അപ്പനെ നിന്റെ അമ്മയെ തിരിച്ചറിയാൻ നിനക്ക് പറ്റണം. പ്രായത്തിൽ മുതിർന്നവരെ തിരിച്ചറിയാൻ നിനക്ക് പറ്റണം. അത് പണത്തിന്റെ ഊക്കിലാണെങ്കിലും മദ്യത്തിന്റെ ബഹളത്തിലാണെങ്കിലും എന്ത് തന്നെ അഹങ്കാരം എന്ത് അവസ്ഥയിലായിക്കോട്ടെ, നീ തമ്മിൽ തിരിച്ചറിയാൻ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബഹുമാനം വേണം. അപ്പൻ അപ്പനാണ്, അമ്മ അമ്മയാണ്, മൂത്തങ്ങളാണ്. ഒരു ബഹുമാനം വേണം. ഭർത്താവ് ഭർത്താവാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വികാരിയച്ഛനാണ്. ആ ഒരു സ്ഥാനക്രമം, ആ ഒരു പദവിക്രമം, ആ ഒരു ബഹുമാനം നിലനിർത്തണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് അവരവർക്ക് കൊടുക്കുവിൻ. നികുതി അർഹിക്കുന്നവർക്ക് നികുതി, ചുങ്കം അവകാശപ്പെട്ടത് ചുങ്കം, ആദരം അർഹിക്കുന്നവർക്ക് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവം ഉറപ്പിച്ചിരിക്കുന്ന അവകാശമാണ്. ഇത് ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണമാണ്. അത് നാം ചെയ്യാതിരിക്കുമ്പോൾ ഇതാ നീതിയായിട്ടുള്ള ജീവിതമാണ് കൈവിട്ടു പോണത്. ദൈവത്തിന്റെ കൂട്ടുകെട്ടാണ് കൈവിട്ടു പോണത്. തലമുറകളായി കൈമാറി വരുന്ന അനുഗ്രഹങ്ങളാണ് അവിടെ നിലച്ചു പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ ഒരു അഭിഷേകം നമ്മുടെ മേൽ നിറയണം. നല്ല പെരുമാറ്റം വഴി ദൈവം നമ്മുടെ നിത്യ കൂട്ടുകാരനാകാൻ നാം അല്പമൊന്ന് എളിമപ്പെടണം. എല്ലാവരും ഈ നിമിഷം എഴുന്നേറ്റ് നിന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ അന്ധകാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആദരം അർഹിക്കുന്നവർക്ക് ആദരം, ആദരം അർഹിക്കുന്നവർക്ക് ആദരം, ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം, ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം. ഇത് നൽകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കണമേ. ജീവിതത്തെ പ്രകാശിപ്പിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവിന്റെ അത്ഭുതമായ ഒരു കൃപ നിറയാൻ ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ എല്ലാവരും ചേർന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, 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 ദാഹിച്ച് വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ വരണമേ പരിശുദ്ധാത്മാവേ, വരണമേ പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാലേഖനം 13-ാം അധ്യായം 7-ാം തിരുലിഖിതം, ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് അവരവർക്ക് നൽകുവിൻ. ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. 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 യേശുനാഥ വാവാ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ യേശുനാഥ വാവാ സ്നേഹനാഥ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ. രക്ഷിതാവായ യേശുവിനെ വിളിച്ച് ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. എത്രമാത്രം യേശു ഇടപെടാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും തീഷ്ണതയോടെ യേശുവേ 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 എന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 നീ മാത്രമേ സഹായം. യേശുവേ സഹായം. നീ മാത്രമേ സഹായം. നീ മാത്രമേ സഹായം.